ഞങ്ങൾ ഡ്രസ് അപ്പൊ നിങ്ങൾ സിറ്റിയിൽ എല്ലാവരും തീട്ടം ഇടുന്നുണ്ടോ? സിറ്റുവേഷൻ അല്ലേ നിനക്ക് പറഞ്ഞു ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെയാണോ രമ്യോനെ? ബ്രോ കേക്കാവോ ബ്രോ? നമ്മുടെ സൈഡിലുള്ള സിറ്റുവേഷൻ ആണ് പറഞ്ഞിരുന്നത്. പ്രശ്നങ്ങള് ഒരു ഗ്യാപ്പ് പോയിക്കട്ടെ. ഞാൻ സ്ഥലം കുറച്ച് അടിച്ചിട്ടാ ഇല്ല 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 അടിച്ചിട്ടൊന്നുമില്ല. അവരടിയോ ഇപ്പൊ മിക്കാറും കൊച്ചിറക്കുന്ന ഒരു വിഷയമായി വലിയ നീ കണ്ണാ നീ ഇവിടെ ഭയങ്കര അടിയാവും. ആരെങ്ങൾ കുറ്റർക്കാന്ന് വിളിച്ചേ? അത് മോശമായി പോയി. പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വേറെ മാഷിനെ തീട്ടത്തിന്റെ സെൻസസ് എടുക്കാൻ വന്നല്ല വനമാലകൾ. ഓക്കെ, കൗണ്ട് ഡൗൺ ബിഗിൻസ്. അപ്പാ എനിക്കൊന്നും സംസാരിക്കല്ല. നിങ്ങളങ്ങള് എന്താച്ചാ ഒരാളെ ഉള്ളോ? ഞാനുള്ളു. എന്താടാ ബാക്കി നടക്കണോടാ? നമ്മള് തമാശക്ക് പറഞ്ഞ കണ്ടവന്റെ സാമാനം പറ്റില്ല. നീ വന്നു ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. കൗണ്ട് ഡൗൺ ബിഗിൻസ്. നീ എന്തായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? ഇനിഷ്യൽ സിറ്റുവേഷൻ അപ്പൊ അവനെ വിളിച്ചിട്ടോ? ഇനിഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് വേണം, അവൻ വേണ്ടേ? വേണം, അത് വേണം ബ്രോ. നമുക്ക് അറിയണം സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ട്. നമുക്ക് അറിയണ്ടേ? നമ്മൾ അതിനല്ലേ വന്നത്. ഞാൻ പറഞ്ഞാ പോരെ? എനിക്ക് ഇല്ല, അവൻ വേണം. നമ്മളങ്ങോട്ട് മാറി എടുത്തിട്ട് ഇവ ഒറ്റയ്ക്കാണോ ഗ്യാങ് നടത്തുന്നത്? ഇവ എന്താ ഒറ്റയ്ക്ക് വന്നത്? റോക്കി ഭായ് ഒരു മര്യാദ ആരെയൊക്കെ പറഞ്ഞു വിട്ടെന്ന് തോന്നുന്നു കേട്ടോ അവരെയൊക്കെ. അപ്പൊ വരുമ്പോ രണ്ടാമത്തെ സിറ്റുവേഷനിലെ വിളിപ്പിക്കില്ല. അങ്ങനെ ചോദിക്കാതെ നമുക്ക് മീറ്റിംഗില്. അപ്പൊ രണ്ട് ഇൻഷ്യൽ നടന്നില്ലേ? അത് നമ്മുടെ പറ്റുമല്ലോ. അതല്ല, അതിന് ഇൻഷ്യൽ ഉള്ളത് വേണം, നിർബന്ധമൊക്കെ പിടിക്കാൻ പറ്റും. പിന്നെ അല്ല, അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കുന്ന ആരോ കഴിവില്ലാത്തവരെ. കഴിയില്ലാത്തവർ എന്തിനു കാണിക്കണെന്ന് പറഞ്ഞേ? ഇവര് താമസിങ്ങനെ വന്നിട്ട് ഓരോരുത്തന്മാരായിട്ട് അങ്ങനെ പറഞ്ഞ പാപ്പാ. അങ്ങനെ എന്നെ പറഞ്ഞ ഒരു വാക്ക് തെറ്റിട്ടില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഉറപ്പ് മോനാണ് സത്യം. അയ്യോ എന്റെ സൂര്യബോസ് എന്റെ തങ്ക അവളാണ് ആനിനെയാണ് സത്യം. അന്നതാന്നതിനെ പറ്റി നമ്മള് ചെവിയിലേ പറയാം. എന്താ എന്താ എങ്ങനെയാ വേണ്ട ഈ വിഎൻവിയിൽ അടുത്താണോ ഗ്യാങ്ങോസ്? തൊട്ടടുത്ത് തന്നെയല്ലേ? ഇപ്പൊ എത്ര ഗ്യാങ് ഉണ്ട് ഇപ്പൊ സിറ്റിയില്? വണ്ടി എന്താ വന്നു കേട്ടോ, ലോഡ് കൂടിയേ എന്തോ ഒരു സാധനം വന്നു കേട്ടോ. ഇപ്പൊ ഞാൻ കണ്ടോണ്ടിരിക്കാം. ഇപ്പൊ 40 എരിപ്പ് വരും. കണ്ണാപ്പി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ ഇനി വാർ കളിക്കാൻ ഇതിട്ട് കളിക്കാൻ ഒരു പ്രത്യേക രസ. വാർ കളിക്കുമ്പോ അല്ലെങ്കിൽ ഇവർക്ക് ഈ ഹുഡിൽ ഞെക്കാൻ ഒരു പ്രത്യേക താല്പര്യം കൂടും. നോക്കിയും കുറയ്ക്കും, ഒരു അടിക്കാൻ ഒരു താല്പര്യം കൂടും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പാപ്പ? ഇത് ലോല നമ്മുടെ ഞങ്ങളുള്ളതല്ലേ ഭയ? നിങ്ങളെ കൂട്ടത്തിലൊരു ഒരാള് എന്റെ അടുത്ത് ചോദിച്ചു, എന്നിട്ട് ചോദിച്ച് ബ്രോയിനെ അടിച്ചോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ ഇങ്ങനെ ഒരുമാതിരി എന്നെ അടിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അടിച്ചോളാൻ പറഞ്ഞു. പുള്ളി എന്നെ അടിച്ചു. ആണ് സിറ്റുവേഷൻ. അടിക്കണം. തമാശ പുള്ളി ഫണ്ണായിട്ട് സംസാരിച്ച് ഞാൻ ഫണ്ണ. ഇങ്ങനെ അടിക്കുമെന്ന് പ്രതീക്ഷിക്കത്തില്ലേ ബ്രോ?
പറഞ്ഞ അപ്പം അങ്ങ് അടിച്ചു കളയൂ. അടിച്ചോളയാ ഇപ്പഴും അടിച്ചത്. അല്ല ബ്രോ കൊണയൊന്നും ഇല്ല. കൊണയൊന്നുമില്ല, നമ്മുടെ മര്യാദയ്ക്ക് സംസാരിക്കുന്നു. ബ്രോ ഞാൻ പറയട്ടെ, ഇപ്പൊ ബ്രോ ഇവിടെ നിന്നിട്ട് കൈവെക്കാൻ പറഞ്ഞ ഞാനും എല്ലാം കൈവെച്ച് പോകത്തില്ലേ? അതെങ്ങനെ ബ്രോ, അതെങ്ങനെ ഇവിടെ അല്ലേ ഇവിടെ വെച്ച് എങ്ങനെ ബ്രോ കൈ വയ്ക്കാൻ ഇല്ല പറ്റുന്നു? എവിടെ വെച്ചിട്ടാ അല്ല ഞാൻ ബ്രോയുടെ പെർമിഷൻ ഉണ്ട് എനിക്ക് എവിടെ ബ്രോ ആയിട്ട് വെച്ചോണ്ട് എനിക്കൊരു ഇഷ്യൂ ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല. അമ്മ മര്യാദയ്ക്ക് സംസാരിച്ചോളൂ. ചുമ്മാ ഒരാൾ വന്നിട്ട് അങ്ങനെ ചെയ്താൽ ശരിയാണ്. ശരി ഓക്കെ. അല്ല നിങ്ങൾ ആദ്യമേ ഓക്കെ ശരി, ആദ്യത്തെ തവണ ഓക്കെ ഓക്കെ വെച്ചു, നിങ്ങൾ അടിച്ചു. രണ്ടാമത്തെ അടിച്ച് ജൂണേ രണ്ടാമത് അടിച്ചവൻ എന്തേ ജൂണേ കൊണ ഞാനായിട്ട് രണ്ടാമത് വന്നാൽ ഈ ജൂൺ എന്തേ അവനെന്തേ? അല്ല ഞാനല്ലേ ജൂണ്. ഇല്ല അവനെന്തല്ല, ഞാൻ കൊണയാവൻ സിറ്റുവേഷൻ അറിയണം ഞങ്ങൾക്ക്, അതുകൊണ്ടാണ്. അവനെ കൊണ്ട് ഇല്ല ഞാൻ കൊണയാവൻ ഞാൻ കൊണ അടിച്ചെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ രണ്ടാമതിനെ ഹോസ്റ്റ് എടുത്തേ. അവനെ വിളിച്ചോണ്ടോ? അവന്റെ പേരെന്താ ബ്രോ? അവന്റെ പേരെന്താ? കൊണച്ചില്ലേ ബ്രോ അവനോട്ട് അവൻ കൊണച്ചെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ അടിച്ചത്? അവന്റെ അടുത്ത് കൊണച്ചെന്ന് പറഞ്ഞേ. അവന്റെ പേരെന്താടാ ജിബ്രു? നിൽക്കുമ്പല്ലേ നീ കൊണച്ചേ? അവന്റെ പേരെന്താ ജിബ്രു? ജാക്സ്പാരോ. പോയി ജാക്സ്പാരോ വിളിച്ചോണ്ടോ ബ്രോ? അല്ലേ നമ്മൾ സംസാരിക്കണം അതുകൊണ്ടാ. ബ്രോ അവനെ രണ്ടാമത് അവനോട്ടാ സിറ്റുവേഷൻ, അവൻ പറട്ടെ. ബ്രോ ഒരു ഊബർ അറേഞ്ച് ചെയ്ത് തരട്ടെ? ചെല്ലു ബ്രോ. ബ്രോ ഞാൻ പറഞ്ഞത് എല്ലാരും കൂട്ടി ഇങ്ങ് വന്നാലും ഇത്ര സമയം എടുക്കോടാ ജൂണേ? ഇപ്പൊ ജൂൺ മാസം കഴിയുമല്ലോ ഇപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ മീറ്റിംഗ് തന്നെ. ഇതിപ്പോ ജൂണല്ലേടാ കണ്ണാ. അല്ല കഴിയുമല്ലോ ഈ പോക്കാണെങ്കിൽ ഇവന്റെ മീറ്റിങ്ങിന്. ഒരാട്ട വിടട്ടെ, ആട്ട BNB-ലോട്ട്. എടാ വേണ നെല്ലിക്കച്ചാറിനെ വിളിച്ചോ വേണ? ബ്രോ ഒരു ആട്ട വിടട്ടെ, ആട്ട. അല്ല ബ്രോ അല്ല ബ്രോ ഇത് അപ്പുറം ഇപ്പുറമൊക്കെ വലിച്ച് നെഞ്ചത്തോട്ട് വലിയേറി ഇരിക്കാതെ. എന്താണ് ബ്രോ മര്യാദയൊക്കെ ഇല്ലേ? മീറ്റിംഗ് ഏരിയ ആണ്. ഞങ്ങൾ ഇന്നാണെങ്കിൽ നിങ്ങൾ യാങ് ആണ്, മനസ്സിലായോ? അതെന്തോ താഴോട്ടോ ആരെ നോക്ക് ബ്രോ, അങ്ങനെ ഒബ്സർവേഷൻ ഇല്ല, അതുകൊണ്ടാണ് ഇപ്പൊ വാർന്നും തോറ്റത്. അല്ലേ ബ്രോ, നമ്മൾ അടുത്താണ് പരിഹരിക്കാം. അടുത്തവണ എന്ത് സഹകരണം? നീയായിട്ടൊന്നും ഒരു സഹകരണവും ഇല്ല. ജൂണ് നെല്ലിക്കച്ചാറിന്റെ റെസിപ്പി എന്ന് അല്ല ബ്രോ ഞാൻ കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത്. പറഞ്ഞു നിങ്ങൾ ഈ ഗ്യാങ്, അതായത് അടിച്ചോളം തമാശക്കെന്ന് പറഞ്ഞ നിങ്ങൾ ഗ്യാങ് അല്ലേ? അപ്പൊ നിങ്ങളിങ്ങനെ തമാശക്ക് പറയുമ്പോ വേറൊരു ഗ്യാങ് ആണെങ്കിൽ എന്തെങ്കിലും അടിച്ച് കൊന്ന് കത്തിച്ചിട്ട് പോവില്ലേ? ഞാൻ പറയട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അവിടെ മുച്ചിരിനെ നമുക്കറിയാം, ആണ് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ആള് ഒരു പച്ച മുടിയും ഒരുമാതിരി കോലവും ആള് ഒരുമാതിരി സൗണ്ട് കേൾപ്പിച്ചിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല ബ്രോ ഇപ്പൊ സിറ്റിസന്റെ അടുത്തായെന്ന് തന്നെ വിചാരിച്ചോ? നമ്മുടെ സിറ്റിയുടെ ഗതി അറിയാലോ, ആരെങ്കിലും വെല്ലുവിളിക്കോ ചുമ്മാ പോയിട്ട്. ബ്രോ നമ്മളവിടെ തമാശ രീതിയിൽ നിൽക്കുന്നേ. അപ്പൊ നമ്മളെന്ത് വിചാരിച്ചു തമാശക്ക് പറയുന്നതാണ്, നമ്മളങ്ങനെ പറഞ്ഞതാണ്. അതിന്റെ അടുത്ത് കണ്ടെടുത്ത് അതൊരു വാണിംഗ് ഫയർ ഇല്ലാണ്ട് ചുമ്മാ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. രണ്ടാമത് മാണിഫയർ ഞാൻ കണ്ടില്ലല്ലോ. എന്തേ എവിടെ പോയി അന്നേരം തോക്കെടുത്ത് തിരിച്ചെവിടെയും വെച്ചാ നീ? അല്ല ബ്രോ, നിയമം വെച്ചിട്ട് വാണിംഗ് നിങ്ങൾ എന്തിനാണ് രണ്ടാമത് വെടിവെച്ച് എന്തിനാണ്? രണ്ടാമത് വെടിവെച്ചെന്തിനാ? രണ്ടാമത് ഇവിടെ വെച്ചത് ഇവൻ കൊണച്ചിട്ട് ആര് കൊണച്ച്? ജുഗുറു കൊണച്ചു. നിങ്ങളൊരു സിറ്റുവേഷൻ കഴിഞ്ഞല്ലേ, പിന്നെ നിങ്ങൾ വീണ്ടും ഇൻഷൻ എടുക്കുന്നത്? നമ്മൾ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നാണ് വിളിച്ചു വരുത്തിയത്. സംസാരിക്കാൻ വേണ്ടി വന്നതിനെ സംസാരിക്കട്ടെ ബ്രോ. നമ്മള് സംസാരിക്കുവല്ലായിരുന്നു. സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങളാണ് തോക്കെടുത്ത് വെടിവെച്ചത്. എന്തിനാണ് വെടിവെച്ച് എന്തിനാണ് അതാ ചോദിക്കുന്നത്? ആ രണ്ടാമത്തെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ രണ്ടാമത് ഇവരുടെ അടുത്ത് കൊണച്ചെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് പറഞ്ഞു. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം അവിടെ ഇരുന്ന് നമ്മുടെ മെമ്പറിനോട് ആരോടോ അമ്പി കളിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടിയിൽ എന്ന് പറഞ്ഞു, നീ അമ്പി കളിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് ജുഗു വന്ന് പറഞ്ഞു ഈ വണ്ടി അല്ല അത് ശേഷം ഇനിയുണ്ട്. അവൻ പുത്തം പറയട്ടാ തോക്ക് അടിക്കാനുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ ജുഗുരു വെച്ച് തോക്ക് അടിക്കാനുള്ളതാണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചുമ്മാ കൊണ്ടുനടക്കാനുള്ളതല്ലോ, അടിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ജുഗുരു ഒരുമാതിരി രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയില് നീ പുറത്തിറങ്ങണം, എന്താണ് നിന്നെ ഇനി ഈ സിറ്റി നടക്കാൻ സമ്മതിക്കത്തില്ല, അത് രീതിയില് കൊണച്ച്. അപ്പോഴാണ് കൊണച്ചു തുടങ്ങി ഞാൻ ശരിക്കും. കൊണച്ച് അതുകൊണ്ടാ അടിച്ചേ. ഇങ്ങോട്ട് ബ്രോ ഇങ്ങടെ കൊണച്ചുകൊണ്ടാണ് അങ്ങനെ കൊണച്ചത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കുറച്ചോണ്ടാണ് അടിച്ചതെന്ന് പറഞ്ഞത്. ഇത് നമ്മളെ നോർമൽ ടോക്കാണ് ഞാൻ ആദ്യം സംസാരിച്ചത്. ഏതാ? അല്ല ബ്രോ അതിപ്പോ നമുക്ക് ജുഗുറു അവന്റെ നോർമൽ ടോക്കായിരുന്നു. നിനക്ക് ഇപ്പൊ നീ ടോണ് പറയുന്നത് ഇങ്ങനെ ബ്രോ ഇപ്പൊ പറയുമ്പോഴത്തേക്ക് മാനായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷെ സിറ്റുവേഷൻ ബ്രോ അതൊന്ന് വായടക്കോ, എന്തെങ്കിലും വെറുത്ത് വെക്ക് വായില്. ബ്രോ കേട്ടില്ല.
എന്ത് ബ്രോ കേട്ടില്ല ചെവിക്കകത്തുണ്ടല്ലോ പോയി ക്ലീൻ ചെയ്യും ബുള്ളറ്റ് ഉണ്ട് ഇപ്പോഴും ചെവിയില് എടാ നീ ഫ്രസ്ട്രേഷൻ ആവില്ല നീ എടാ ഫ്രസ്ട്രേഷൻ എനിക്ക് എടാ ഞാൻ നോർമലി നീ ചത്തിട്ടാവും നിക്കണേ നിനക്ക് നമുക്കെന്ത് ഫ്രസ്ട്രേഷനടാ വായിക്കാത്തൊന്നുമില്ല ഞാൻ നോർമൽ പിന്നാണോ 2 തവണ കേൾക്കുന്നത് ഞാൻ എന്താണ് എടാ ജൂണി ഇത് തിരിച്ച് സൗണ്ട് കേൾക്കാത്തല്ലോ ബ്രോ നിങ്ങൾ മൂന്നേരോട് ഡൗട്ട് ഒക്കെ ഉണ്ടാണ് ബ്രോ ചോദിച്ചോളൂ ഈ സംബന്ധിച്ചാല് നിങ്ങൾ ഈ ബാക്കിയുള്ള ഗ്യാങ്ങിന്റെ കോണാൻ പൊക്കി നോക്കാറുണ്ടോ? അല്ല അവരുടെ ചന്തിയുടെ കളർ ഏതാണെന്നും ഇതൊക്കെ നിങ്ങൾ പൊക്കി നോക്കാറുണ്ടോ? അല്ലല്ല ചോദിച്ച കാര്യം നെല്ലിക്ക നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു നെല്ലിക്ക എല്ലാം ചന്തി പരിപാടിയാണെന്ന് തോന്നുന്നു നമുക്ക് ഈ കണ്ടവരുടെ ഇങ്ങനെ കോണാൻ പൊക്കി നോക്കിയിട്ട് ഇത് നമ്മൾ ചെയ്യാറില്ല. ഇപ്പൊ കളർ എന്ന് വെച്ചാൽ ഞാൻ പറയാം അറിഞ്ഞുകൊടുന്ന് പറയുന്നത് നിന്റെ കോലീഡറാണത് കോലീഡറാണ് അത് പറഞ്ഞത് എടാ ബുദ്ധിയില്ലാത്തതാണ് നിന്റെ കോലീഡറാണത് പറഞ്ഞത് രണ്ടാമത് ചന്തി വെക്കി വെക്കുന്നത് നിന്റെ കോലീഡറാണ് പച്ച പെയിന്റ് അടിച്ചല്ലേ അവനെ കണ്ടാണ് ചന്തി പെറിയെന്ന് വരില്ല വായിന്ന് ചന്തി പൊക്കി നോക്കാൻ പരിപാടി ഇല്ലേ മുതുക്കി നേരുന്ന ചന്തി വെക്കി നോക്കും നിന്നെയൊക്കെ പേടിക്കണോടാ തൂറായിരിക്കുമ്പോ ചന്തി ഒന്നും നോക്കലോടാ നിന്നെയൊക്കെ നീ പൊക്കി നോക്കും നീ എല്ലാവരും പൊക്കി മതി മതി ആ മതി 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 ചത്തിട്ടൊക്കെ ഇല്ലടാ ചത്തിട്ടിരിക്കുവല്ലേ കുറച്ച് 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 കൂടി കിടക്കത്തേനെ ഈ നിങ്ങളിപ്പോ പൊക്കി കേസ് ചോദിച്ചല്ലോ ഈ റേഡിയോ കണക്ട് ആക്കി ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇവനെ ഈ നെല്ലിക്കനെ പാൽക്കുപ്പിന്ന് വിളിക്കേണ്ട ആവശ്യമില്ല ബ്രോ ഉള്ളത് നെല്ലിക്കനെ പാൽക്കുപ്പിന്ന് വിളിക്കേണ്ട ആവശ്യം അവനെ കണ്ടപ്പോ അങ്ങനെ തോന്നിക്കാനോട് അതുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ചത് അപ്പോഴല്ല ഞാൻ പറയട്ടെ ബ്രോ അവൻ 100 വയസ്സുള്ള അപ്പാപ്പനൊന്നുമല്ലല്ലോ അവനെ കണ്ട പാൽക്കുപ്പി പയ്യനെ പോലെ തന്നെ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവനെ പാൽക്കുപ്പി ശരി നീ കോമാളി ശരി ശരി ശരിടാ കോമാളി നീ വിളിച്ചു നോക്കടാ അല്ല കോമാളി നീ വിളിച്ചു നോക്ക് എടാ നിക്കടാ നിക്കടാ ചത്തിടിക്കോളടാ നിർത്തടാ ചത്തിടിക്കോളടാ നിക്കടാ നിക്കി നീ അടങ്ങ് നിക്കി എടാ 15 മിനിറ്റിൽ വാറ് വിളിക്കുന്നു എടാ എന്തിനാണ് ഇങ്ങനെ കോണി മര്യാദക്കല്ലേ ഞാൻ മര്യാദക്ക് സംസാരിക്കരുത് മര്യാദക്ക് സംസാരിക്കും ഒരു മണിയോ പറ്റത്തില്ല 15 മിനിറ്റ് 15 മിനിറ്റ് പറ്റത്തുള്ളൂ നമുക്ക് 15 മിനിറ്റ് പറ്റത്തുള്ളൂ അല്ല മുക്കാലായില്ലേ 12 എത്ര 12:58 ആ ശരി ശരി ഒരു സെക്കൻഡ് കൂടെ ജൂണേ പിന്നെ ഈ ജൂൺ മാസം മൊത്തം നിന്നെയൊക്കെ അടിക്കും മനസ്സിലായി ഈ ജൂൺ മാസം മൊത്തം നീ എഴുതി കേട്ടോടാ കേട്ടോടാ എഴുതി വെച്ച നിന്നെയൊക്കെ മൊത്തം ഈ ജൂൺ മാസം നീയൊക്കെ നിക്കറും ഷട്ടിട്ട് ഓടുന്നതാണ് പറഞ്ഞോടാ അണ്ണാപ്പി നമ്മള് മാസം കാണിച്ചല്ലേ നിൽക്കണേ അണ്ണാപ്പി പറഞ്ഞോ ആ മാസം കാണിച്ചിട്ടുള്ള അതുകൊണ്ട് പറയാം കണ്ണൂരെ വിളിച്ച് ഓടാ കണ്ടി ഇറങ്ങി സർക്കസില് ഈ ജൂൺ മാസം മൊത്തം ഞാൻ പറഞ്ഞെങ്കിൽ ജയിക്കട്ടെ അവര് സംസാരിച്ചെങ്കിൽ ജയിക്കട്ടെ ഇവരെ വണ്ടി എടുത്തോണ്ടങ്ങ് പോയാലേ വാ 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 കണ്ണാപ്പി കണ്ണാപ്പി വിട്ടുറാ വന്നേ ഒരുത്തൻ പോയടാ കൂട്ടുകാരാ ഞാൻ നടന്നു പോവാണ് ഇവന്മാര് പുറകെ വരുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ വാ 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 ചക്കി പോവുകയും ചെയ്ത് അപ്പുറത്തന്നെ കൊണക്കാണ് അവിടെ ശങ്കിയാ ഷാഗി ഓക്കെ 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 അലീന നിന്റെ പേര് ശങ്കി
നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഈ സൗണ്ട് കേട്ടിട്ട് പാൽക്കുപ്പി അങ്ങനെയൊക്കെ അത് കേട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ അമ്പത്തൂര് ആ പാട്ട് അമ്പത്തൂര് മാത്രം അങ്ങനെ പാൽക്കുപ്പി എന്ന് പറഞ്ഞത് അത് കേട്ടിട്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ നമ്മൾ ഒരാളുടെയും ഇങ്ങനെ വന്നൊരു ഈ ഇത് പറയേണ്ട ഒരാൾ എന്താ പ്രശ്നം അവിടെ ഞാൻ നോക്കട്ടെ. അതാണ് ഉണ്ടായത്. അപ്പൊ അതിനെ വെച്ചിട്ട് നമ്മൾ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ ആ ഉണ്ട് പോ ഞാനേ ജസ്റ്റ് അവരുടെ എന്തൊക്കെയാ പാട്ടൊക്കെ ഉണ്ട് അവരുടെ മാറിൽ പാട്ടൊക്കെ ഉണ്ട്. ഫ്രണ്ട്ലി കോൺവെർസേഷൻ നമ്മളെ പോലെ കിളിച്ചോട്ടിന് മാമ്പഴം അങ്ങനെയൊക്കെ. വളരെ ലേറ്റ് ആയിട്ടാണല്ലോ മീറ്റിംഗ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞു. ഷാഗില്ല ഷങ്കി ശങ്കേഷ്. എടാ എല്ലാരും തോക്കും ആ ലിസ്റ്റിലുള്ളവരെല്ലാരും പെട്ടെന്ന് എല്ലായിടത്തും റെഡി ആയിരുന്നോ? ലോഗ് കിട്ടും.